ഹലോ ഫ്രണ്ട്സ്, ഡിഗ്രി ടിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾക്ക് എങ്ങനെ വാട്സപ്പ് നമ്പർ ബാൻ അയക്കാൻ നമ്മൾക്ക് എങ്ങനെ അൺബാൻ ചെയ്യാൻ നോക്കാം. അപ്പോൾ ഞാൻ 2-3 വീഡിയോ ഇട്ടപ്പോൾ കുറേ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ബ്രോ എനിക്ക് അൺബാൻ ആയി കിട്ടിയില്ലാന്ന്. അപ്പോൾ ഫ്രണ്ട്സ്, ഞാൻ ചെയ്യുന്നത് പോലെ നിങ്ങളൊന്ന് ഫോളോ ചെയ്ത് നോക്കുക. അൺബാൻ ആയി കിട്ടിയാൽ നിങ്ങൾ വീഡിയോൻ്റെ അടിയിൽ എന്തെങ്കിലും കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഫ്രണ്ട്സ്, പുതിയതായിട്ടായിരിക്കും വീഡിയോ കാണുകയാണെങ്കിൽ ചുവന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ, ബെൽ ബട്ടൺ ഒന്ന് എനേബിൾ ആക്കിയിട്ട് ഞാൻ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടിക്കൊണ്ടേ നിൽക്കും. അപ്പോൾ ഫ്രണ്ട്സ്, വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. അപ്പോൾ ഫ്രണ്ട്സ്, നമുക്ക് നേരെ വീഡിയോയ്ക്ക് പോകാം. അപ്പോൾ ഫ്രണ്ട്സ്, നിങ്ങൾ വാട്സപ്പ് ഒന്ന് ഓപ്പൺ ചെയ്യുക. ഫ്രണ്ട്സ്, ഓപ്പൺ ചെയ്ത ശേഷം നിങ്ങൾ ഇവിടെ നമ്പർ അടിക്കുക, നിങ്ങളുടെ വാട്സപ്പ് നമ്പർ അടിക്കുക. അപ്പോൾ ഫ്രണ്ട്സ്, നമ്പർ അടിച്ച ശേഷം നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും. നെക്സ്റ്റ് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇങ്ങനത്തെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും. അപ്പോൾ നിങ്ങൾ എന്ത് കാട്ടേണ്ടി പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതവിടെ ഇങ്ങനത്തെ ഒരു ഓപ്ഷൻ കാണും, സെർവർ ഉണ്ട്, അതിലൊന്ന് ക്ലിക്ക് ചെയ്യും. ഫ്രണ്ട്സ്, അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് ഇങ്ങനത്തെ ഒരു ഇൻ്റർഫേസ് ആയിട്ട് വരും, ബ്രൗസറിൽ ഓപ്പൺ ആയിട്ട്. അപ്പോൾ ഇതവിടെ നിങ്ങൾക്ക് 3 വര കാണും, അവിടെ നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത ശേഷം ഇവിടെ ഹെൽപ്പ് സെൻറ്റർ ഉണ്ട്, അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത ശേഷം നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും. അപ്പോൾ നിങ്ങളത് അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത ശേഷം ഒന്ന് അടിയിൽ പോയ ശേഷം നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു ഓപ്ഷൻ കാണും, ഇവിടെ നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഫ്രണ്ട്സ്, അപ്പോൾ നിങ്ങൾക്ക് അവിടെ ക്ലിക്ക് ചെയ്ത് ഇങ്ങനത്തെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും. അപ്പോൾ അവിടെ നിങ്ങൾ കാണാൻ പറ്റും ബിസിനസ് വാട്സപ്പ് വന്നിട്ട്, അവിടെ നിങ്ങളത് അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവരിൻ്റെ മെയിൽ ID കിട്ടുന്നതായിരിക്കും, അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക, ഓപ്പൺ ചെയ്യുക. അപ്പോൾ ഫ്രണ്ട്സ്, ഞാൻ ഈ കമൻറ്റ്സ് ഞാൻ എൻ്റെ വെബ്സൈറ്റിൽ കൊടുക്കാൻ നിങ്ങൾക്ക് അവിടെ നിന്ന് കോപ്പി ചെയ്തെടുക്കാൻ പറ്റുന്നതായിരിക്കും. എന്നിട്ട് അതിന് ശേഷം നിങ്ങളുടെ ബാനായ ഈ നമ്പർ അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക, എന്നിട്ട് സെൻഡ് ചെയ്യുക. ഫ്രണ്ട്സ്, അതിന് ശേഷം നിങ്ങൾ അതിൻ്റെ ഇവിടെ തന്നെ രണ്ടാമത്തെ ഓപ്ഷൻ അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത ശേഷം ഈ ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഫ്രണ്ട്സ്, അപ്പോൾ നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും. അപ്പോൾ അവിടെ നിങ്ങളുടെ നമ്പർ കൊടുക്കുക, അവിടെ ഇമെയിൽ ID കൊടുക്കുക, അതേപോലെ തന്നെ ഇവിടെയും കൊടുക്കുക. കൊടുത്ത ശേഷം ഇവിടെ നിങ്ങളുടെ ആൻഡ്രോയിഡ് ഫോണാണോ ഐഫോണാണോ ഒക്കെ ചോദിക്കുന്നത്, അത് ഏതാണെന്നുള്ളത് നിങ്ങളിവിടെ കൊടുക്കുക. അതിന് ശേഷം ഞാൻ തന്ന കമൻറ്റ്സ് ഇവിടെ നിങ്ങളൊന്ന് കോപ്പി ഇട്ട് പേസ്റ്റ് ചെയ്ത് കൊടുക്കുക, എന്നിട്ട് ഈ നമ്പർ ഇവിടെ ഒന്ന് എൻ്റർ ചെയ്ത് കൊടുക്കുക. ഫ്രണ്ട്സ്, അതേപോലെ തന്നെ നിങ്ങളുടെ ഫോൺ ഏത് ഫോണിലാണോ നമ്പർ ബാനായിട്ട് ഈ ഫോണിലൊന്ന് അയച്ചു നോക്കുക. പിന്നെ അതേപോലെ തന്നെ എന്താണ് ഓപ്പൺ ആയില്ല പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഒരു ഫോണിലും കൂടി ഒന്ന് അയച്ചു നോക്കുക, അത് നിങ്ങൾക്ക് എന്തെങ്കിലും ഓപ്പൺ ആകുന്നതായിരിക്കും. അപ്പോൾ ഫ്രണ്ട്സ്, അതിന് ശേഷം ഇവിടെ നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക. ഫ്രണ്ട്സ്, അപ്പോൾ നിങ്ങൾക്ക് നെക്സ്റ്റ് ക്ലിക്ക് ചെയ്ത് ഇങ്ങനത്തെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും. അതിന് ശേഷം നിങ്ങൾ അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക, അപ്പോൾ അതിലേക്ക് സെൻഡ് ആകുന്നതായിരിക്കും. ഫ്രണ്ട്സ്, എന്നിട്ട് ബാക്ക് അടിക്കുക. ഫ്രണ്ട്സ്, അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും. അപ്പോൾ നിങ്ങൾ ഇതവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത ശേഷം ഈ അവസാനം ഒന്ന് ടിക്ക് ഒന്ന് ഇട്ട് കൊടുക്കുക, എന്നിട്ട് ഇതവിടെ ഒന്ന് ടിക്ക് ഇട്ട് കൊടുക്കുക. ടിക്ക് ഇട്ട് കൊടുത്ത ശേഷം ഇവിടെ നിങ്ങളൊരു ജിമെയിൽ കൊടുക്കുക. ഫ്രണ്ട്സ്, കൊടുത്ത ശേഷം ഇവിടെ നിങ്ങളൊരു നമ്പർ നിങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക, എന്നിട്ട് ഇവിടെ സെൻഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഫ്രണ്ട്സ്, ഞാൻ പറഞ്ഞ പോലെ നിങ്ങളൊന്ന് ഫോളോ ചെയ്ത് നോക്കുക. എന്നിട്ട് നമ്പർ അൺബാൻ ആയി കഴിഞ്ഞാൽ നിങ്ങൾ എന്തെങ്കിലും കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളിനി നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നതിന് ബൈ.